അപ്പോൾ നമുക്ക് LSTയുടെ മൊഡ്യൂൾ 2 കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും വരെയും നമ്മൾ വേറൊരു രീതിയിൽ നമ്മൾ ചെയ്തു. അതായത് ജസ്റ്റ് മാനുവലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് K-map യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എങ്ങനെയാണ് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് 4 തരത്തിലുള്ള K-map പഠിക്കാനുണ്ട്. അപ്പോൾ അതിവിടെ 2 വേരിയബിൾ ഉണ്ട്, 3 വേരിയബിൾ ഉണ്ട്, 4 വേരിയബിൾ ഉണ്ട്, 5 വേരിയബിൾ ഉണ്ട്. അപ്പോൾ 2 വേരിയബിൾ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അത് 2 വേരിയബിൾ കാണും. ആ 2 വേരിയബിളിൽ ഇങ്ങനൊരു ടേബിളിൽ നമുക്ക് എങ്ങനെ ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 0, ഇവിടെ 1. ഓക്കെ, ഇതിന് അകത്തുള്ളത് എന്തായിരിക്കും? മിൻ ടേംസ് ആയിരിക്കും. ഓക്കെ, അതാണ് 2 വേരിയബിൾ K-map എന്ന് പറയുന്നത്. ഈ 3 വേരിയബിൾ K-map എന്ന് പറയുമ്പോൾ 3 വേരിയബിൾ ഉണ്ടായിരിക്കും, ABC എന്ന് പറയുന്നത്. അതിൽ എങ്ങനെയായിരിക്കും? ഇവിടെ താഴെ 0, 1ഉം മുകളിൽ 0, 0, 0, 1, 1, 1, 1, 0. ഇത് നേരെ തിരിച്ചും വരാം. അടിയിൽ ഇങ്ങനെയും മുകളിൽ 0, 1 ആയിട്ട് മാത്രമായിട്ട് വരാം. 2 രീതിയിൽ നമുക്ക് 3 വേരിയബിൾ K-map വരയ്ക്കാം. ഇനി അടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ 4 വേരിയബിൾ K-map ആണ്. അതെന്ന് വെച്ചാൽ 4 വേരിയബിൾ ഉണ്ടായിരിക്കും. അതിൽ 0, 0, 0, 1 ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ മുകളിൽ അങ്ങനെ സെയിം ആയിട്ട് എഴുതും. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. അതാണ് 4 വേരിയബിൾ K-map എന്ന് പറയുന്നത്. ഇനി ഒരു വേരിയബിൾ K-map കൂടി ഉണ്ട്, അതായത് 5 വേരിയബിൾ K-map കൂടി ഉണ്ട്. അതിങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നമുക്ക് 2 രീതിയിൽ, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു 4 വേരിയബിൾ K-map വരയ്ക്കാം. അപ്പോൾ BCD ആണ് ഇവിടെ വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റത്തെ K-mapൽ A = 0 ആയിരിക്കും. എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. A = 0 ആവുന്ന സമയത്ത് BCDE വേരിയബിൾ ചെയ്യും. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ A = 1ൽ BCDE എങ്ങനെ വേരി ചെയ്യുന്നു, അങ്ങനെയാണ് അടുത്ത K-map വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 K-map ആണ് 5 വേരിയബിൾ K-mapൽ വരുന്നത്. അത് ഒന്നാമത്തെ K-mapൽ A = 0 ആയിരിക്കും, രണ്ടാമത്തേൽ A = 1 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു അത് സിംപ്ലിഫൈ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഈ ഒരു എക്സ്പ്രഷൻ y = A കോംപ്ലിമെൻറ്റ് B കോംപ്ലിമെൻറ്റ് പ്ലസ് A കോംപ്ലിമെൻറ്റ് B പ്ലസ് AB, ഇങ്ങനെ നമുക്കൊരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാനാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ y = എന്ന് പറഞ്ഞിട്ട് 2 വേരിയബിളിൻ്റെ കോമ്പിനേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 വേരിയബിൾ K-map മതി ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒരു 2 വേരിയബിൾ K-map നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്തു. അതിൽ ഇവിടെ വേരിയബിൾസിൽ എയും ബിയും എഴുതി. ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 0, ഇവിടെ 1. ഇനി നോക്കുക, അതായത് ഇതിന് നമുക്ക് നേരെ മിൻ ടേംസ് ആയിട്ട് എഴുതാൻ നമുക്കറിയാം. അതായത് ഇപ്പോൾ ഇത് SOP ഫോർമാറ്റിലാണ് കിടക്കുന്നത്, അതായത് സം ഓഫ് പ്രൊഡക്റ്റിൻ്റെ സമ്മിൻ്റെ ഒരു ഫോർമാറ്റിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അതിലെങ്ങനെയാണ് കോംപ്ലിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ 0 കൊടുക്കണം. 1, അതായത് സാധാരണ വെറുതെ നമുക്ക് A എഴുതാണെങ്കിൽ അവിടെ 1 എന്ന് കൊടുക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? A കോംപ്ലിമെൻറ്റ് B കോംപ്ലിമെൻറ്റ് ആണ്, അപ്പോൾ 0, 0 എന്ന് എഴുതി. പിന്നെ A കോംപ്ലിമെൻറ്റ് B, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 0, 1 എന്ന് എഴുതാം. അതുപോലെ AB എന്ന് പറയുന്നത് നമുക്ക് 1, 1 ആയിട്ട് എഴുതാം. അപ്പോൾ ഈ 3 എണ്ണമാണ് എന്ത് പറയുന്നത്? ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ K-map എടുത്തു. അതിൽ 0, 0ൽ നമ്മൾ 0, 0ൽ നമുക്കൊരു ടേം വരുന്നുണ്ട്. അപ്പോൾ 0, 0ൽ നമ്മൾ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അതുപോലെ തന്നെ 0, 1ൽ 1 കൊടുക്കുക, 1, 1ൽ 1 കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഗ്രൂപ്പിംഗ് ആണ് മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് മാക്സിമം ആയിട്ടുള്ള 1 അടുപ്പിച്ച് എവിടെയാണ് വരുന്നത് അതാണ് ഫസ്റ്റ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ 2 എണ്ണമായിട്ട് മാക്സിമം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് നമുക്ക് വരും, അതുപോലെ ഇങ്ങനെയും നമുക്കൊരു ഗ്രൂപ്പിംഗ് വരും. ഓക്കെ, അത് നമ്മൾ ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് വരും, ഇങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് വരും. ഈ ഗ്രൂപ്പിംഗ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? സിംപ്ലിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? y എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇത് ഇനി എങ്ങനെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഫസ്റ്റത്തെ ഗ്രൂപ്പിംഗ് എടുക്കാം. ഈ ഫസ്റ്റ് ഗ്രൂപ്പിങ്ങിൽ ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്? 0 ആണുള്ളത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വേരിയബിൾ ഏതാണ്? A അല്ലേ. അപ്പോൾ നമ്മൾ A കോംപ്ലിമെൻറ്റിന് എഴുതി. ഓക്കെ, മുകളിലേക്ക് നോക്കുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്, അപ്പോൾ നമുക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി അടുത്ത ഗ്രൂപ്പിംഗ് നോക്കാം. അടുത്ത ഗ്രൂപ്പിങ്ങിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ രണ്ടും ഡിഫറെൻ്റ് ആണ്, അപ്പോൾ അത് നോക്കണ്ട. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? B എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട് അല്ലേ. അവിടെ 1 ആയതുകൊണ്ട് ജസ്റ്റ് B എന്ന് എഴുതുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? y = A കോംപ്ലിമെൻറ്റ് നമ്മൾ ഫസ്റ്റ് ടൈമിൽ കിട്ടി പ്ലസ് B എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മൊഡ്യൂൾ നമുക്ക് തീർക്കാം. അതിന് ശേഷം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇത്രയും നമുക്ക് 8 ടേംസുള്ള ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അതിൽ
4 വേരിയബിൾസ് ഉണ്ട്, ABC എന്ന് പറഞ്ഞിട്ട് 4 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഇതിന്ന് എങ്ങനെ നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് എങ്ങനെ എഴുതുന്നത്? ആദ്യം നമ്മൾ ഇങ്ങനെ ഈ ഫോർമാറ്റിൽ എഴുതണം അല്ലേ. അതായത് ഇപ്പോൾ കോംപ്ലിമെൻറ്റ് വരികയാണെങ്കിൽ അവിടെ 0 വെച്ചിട്ട് എഴുതാം, അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ 1 വെച്ചിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റ് കിട്ടും. ഈ ഫോർമാറ്റിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഫോർമാറ്റ് കിട്ടുന്നത് അല്ലേ. 000 എന്ന് പറയുന്നത് 0 ആണ് മിഡ് ടേംസ്, 0010 എന്ന് പറയുന്നത് 2 ആണ്, 0101 5. അങ്ങനെ ഓരോ ടേമും നമ്മളെ അങ്ങനെ ആക്കി എഴുതാം. അങ്ങനെ ആക്കി എഴുതുന്നതിൻ്റെ പ്രത്യേകത എന്താ? അപ്പോൾ നമുക്ക് അതനുസരിച്ച് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 4 വേരിയബിൾ ഉള്ളതുകൊണ്ട് 4 വേരിയബിളിൻ്റെ കെ മാപ്പ് നമ്മൾ വരയ്ക്കണം. അപ്പോൾ y ഈക്വൽ ടു 0000. അപ്പോൾ അവിടെ 1 മാർക്ക് ചെയ്തു, 0010 അവിടെ 1 മാർക്ക് ചെയ്തു, 0101 0101 ഇവിടെ 1 മാർക്ക് ചെയ്തു. അങ്ങനെ എല്ലാ ടേംസിലും നമ്മൾ എന്ത് ചെയ്യുക? 1 മാർക്ക് ചെയ്യുക. ഇനി ഗ്രൂപ്പിംഗ് ആണ് നോക്കേണ്ടത്. ഗ്രൂപ്പിങ്ങിൽ ഇവിടെ നടുക്കിൽ നമുക്കൊരു വലിയൊരു ഗ്രൂപ്പ് കാണാമല്ലോ, 4 എണ്ണം. അപ്പോൾ എത്ര എണ്ണമാണ് മാക്സിമം വരുന്നത് അത്രയും നമ്മൾ ഗ്രൂപ്പ് ആക്കണം. അപ്പോൾ ഇവിടെ മാക്സിമം വരുന്നത് 4 1 ആണ്. അപ്പോൾ നമ്മളത് ഗ്രൂപ്പാക്കി. പിന്നെ നമുക്ക് ഇവിടെ 1 വരുന്നുണ്ട്, ഇവിടെ ഒരു ഓപ്പൺ വരുന്നുണ്ട്, ഇവിടെയും ഓപ്പൺ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ രണ്ട് അറ്റത്താണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പൺ ഇത് കൊടുക്കുക, ഇവിടെയും ഓപ്പൺ ആയിട്ടുള്ള സംഭവം കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത് പറഞ്ഞ് ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പിംഗ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബി രണ്ടും സെയിം ആയിട്ട് വരുന്നുണ്ട്. അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ ഇത് എ ആണ്, ഇത് ബി ആണ്. അപ്പോൾ ഈ 2 ടേംസ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ബി ഇവിടെ സെയിം ആയിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ബി എടുത്ത് എഴുതി. ഇനി ഇത് മുകളിലേക്ക് നോക്കാം. ഇവിടെ എ സെയിം അല്ലാത്തതുകൊണ്ട് അത് എഴുതണ്ട. B1ഉം B2ഉം 1 ആയതുകൊണ്ട് നമ്മൾ ബി എടുത്ത് എഴുതി. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഡി സെയിം ആണ്, ഇത് സിയും ഇത് ഡി ആണ്. അപ്പോൾ ഡി 2 ഭാഗത്തും 1 ആണ്, അപ്പോൾ ബി ഡി എന്ന് എഴുതി. അപ്പോൾ ഒരു ഫസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? ബി ഡി എന്ന് കിട്ടി. ഇനി ഇത് നോക്കാം, ഇത് രണ്ടാണല്ലോ ഓപ്പൺ വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡി കോംപ്ലിമെൻറ്റ് വരുന്നുണ്ട്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ഭാഗത്തും 0 വരുന്നുണ്ട്, അപ്പോൾ അതാണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഡി കോംപ്ലിമെൻറ്റ് വരും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് എന്ത് വരുന്നുണ്ട്? ബി കോംപ്ലിമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ടേം നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ഡി പ്ലസ് ഡി കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് ആയിരിക്കും. ഇനി ഒരു ടോപ്പിക് കൂടി ഉണ്ട്, അവസാനത്തെ ഒരു ടോപ്പിക്കാണ്, അതായത് ഡോൺ കെയർ ഇൻപുട്സ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കെ മാപ്പ് വരയ്ക്കുമ്പോൾ ചിലതിൽ ഡോൺ കെയർ ആയിട്ട് നമുക്ക് വരും. അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു ടേബിളിൽ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ എക്സ് എവിടെയൊക്കെ കാണണോ അതൊക്കെയാണ് ഡോൺ കെയർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഈ ഗ്രൂപ്പിങ് നമുക്ക് ആവശ്യം വരും, അല്ലാത്ത സമയത്ത് അതിൽ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ ഇങ്ങനെയാണ് തന്നേക്കുക, അതായത് f(ABC)d എന്ന് പറയുന്നത് സിഗ്മ ഓഫ് മിൻ ടേംസ് ഇത്ര തന്നുണ്ട്, പിന്നെ സിഗ്മ ഓഫ് ഡി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഡോൺ കെയർ ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇത്രയും ഭാഗത്ത്, അതായത് 3, 10, 14, 15, അതായത് 3, 10, 3 എവിടെ വരുന്നത്? 0, 0, 1, 1 അല്ലേ, 0, 0, 1, 1 ഇവിടെയും ഡോൺ കെയർ വരും അല്ലേ. 0, 0, 1, 1 എന്ന് പറയുന്നതാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ആ 4 സ്ഥലത്ത് നമുക്ക് എന്ത് വരും? ഡോൺ കെയർ വരും. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മിൻ ടേംസ് ആയതുകൊണ്ട് അവിടെ 1 നമ്മൾ ഇട്ടു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും.